ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കൊടമ്പുളി ഇട്ട് വെച്ച അടിപൊളി ഒരു മീൻകറി നോക്കിയാലോ. ആദ്യം മീൻ നന്നായി കഴുകി ആവശ്യത്തിന് വലിപ്പമുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി നല്ലൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. നമ്മൾ ഈ മീൻകറിയിൽ ഉലുവയുടെ പൊടി ഉപയോഗിക്കാതെ ഉലുവ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉലുവ മൂത്ത് വരുമ്പോഴേക്കും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കണേ. ഇഞ്ചി ഉള്ളിലേക്ക് മൂത്ത് വരുമ്പോഴേക്കും എരിവിനും നിറത്തിനും ആവശ്യമായ മുളക് പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണേ. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർക്കണം, മഞ്ഞൾപ്പൊടി ചേർക്കണം. എന്നിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ കരിഞ്ഞു പോകാതെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം കുടംപുളി. നന്നായി മൂത്ത് റെഡിയായിരിക്കുന്ന നമ്മുടെ അരപ്പിലേക്ക് ഈ കുടംപുളിയും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തത് ചെറിയ ചൂടുവെള്ളമാണേ. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണേ. ഇനി നമുക്കിത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി വളരെ സിമ്പിളാണ്. നന്നായി തെളിച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നേരത്തെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോരോ പീസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 കുഞ്ഞു മീൻമുട്ട കൂടി കിട്ടിയിട്ടുണ്ട്, അതുകൂടി ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇനി ഒരു ടേസ്റ്റിന് കുറച്ച് കറിവേപ്പില കൂടി അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമേ. അങ്ങനെ അവസാനം നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടേ. നമ്മുടെ കൊടംപുളി ഇട്ട് നല്ല മീൻകറി റെഡിയായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ.